ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ജയലക്ഷ്മിയിൽ പോവാണ് കല്യാണ സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എറണാകുളം ജയലക്ഷ്മിയിലാട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ബ്രൈഡിനെ പിക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ വൈക്കത്തമ്പലം. സോ നമ്മുടെ ബ്രൈഡ് ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ 2 വണ്ടിക്കായിട്ടാട്ടോ പോയത്. മുമ്പേ അമ്മമാർ കുറച്ച് ഗ്യാങ്സ് പോയായിരുന്നു. അമ്മ, ചിറ്റ, വല്യമ്മ. അവർ നേരത്തെ തന്നെ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ഷോപ്പിലെത്തിയത്. നമ്മളൊരു ഞായറാഴ്ച ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ചെയ്തത്. ഞായറാഴ്ച ഷോപ്പിൽ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ, നിന്ന് തിരിഞ്ഞിട്ട് സ്ഥലം ഉണ്ടാകത്തില്ല. നമ്മളങ്ങനെ കടയിലെത്തി. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടി വെയർ ആണെങ്കിലും വെഡ്ഡിങ് സാരീസൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെഡ്ഡിങ് സാരി എടുക്കാൻ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതൊരു കല്യാണ സീസൺ കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കടയിൽ. നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പം നമുക്ക് റെഡ് സാരി ആയിരുന്നു ചേച്ചിക്ക് വേണ്ടത്. അപ്പോൾ റെഡ് കളർ തന്നെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അങ്ങനെ 2-3 സാരീസൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. അതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തു. 3rd വണ്ണാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത സാരി. അത് പിന്നെ ചേച്ചിക്ക് നന്നായിട്ട് ചേരണം ഉണ്ടായിരുന്നു. ഒരു എടുപ്പുണ്ടായിരുന്നു ഉടുക്കുമ്പോൾ തന്നെ. അപ്പം നമ്മൾ ഫൈനലൈസ് ചെയ്തത് ലാസ്റ്റ് എടുത്ത സാരി. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാ ജോലിക്കാരും നല്ല ബിഹേവിയറാണ്. നമ്മുടെ സെയിൽസ് ഗേൾസൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടം ഇവിടുത്തെ കസ്റ്റമർ സർവീസ്. ഞായറാഴ്ച ഷോപ്പിംഗ് ഇറങ്ങിയാൽ ഇതാണ് അവസ്ഥ. നല്ല തിരക്കായിരിക്കും. നിന്ന് തിരിയാനായിട്ട് സ്ഥലം ഉണ്ടാവത്തില്ല. പിന്നെ അടിമുടി തിരക്കായിരിക്കും കേട്ടോ. എല്ലാവരും വെഡ്ഡിങ് ഷോപ്പിംഗാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ബ്രൈഡിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കണം. നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് വിചാരിച്ചില്ലായിരുന്നു. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു കടയിൽ. ഇനി ചേച്ചിക്കുള്ള സെക്കൻഡ് സാരി പിന്നെ അല്ലാത്ത ഡ്രസ്സൊക്കെ നോക്കാൻ പോകണം. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് കാരണം കേട്ടോ ഇവിടെ ഇത്രയും തിരക്കും. ആൾക്കാർക്കെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വീണ്ടും വീണ്ടും കടയിൽ വന്ന് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് തോന്നും. അപ്പം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം. നമ്മളിനി നമ്മുടെ ബ്രൈഡിന് സെക്കൻഡ് സാരി നോക്കാൻ പോവുകയാണ്. കുറേ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഓർഗൻസ ടൈപ്പ് നല്ല അടിപൊളി സാരീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേവി ബ്ലൂ, അങ്ങനെ കുറച്ച് കളേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേവി ബ്ലൂ, മെറൂൺ. അപ്പം അതൊക്കെ എല്ലാവരും എടുക്കണേന്ന് വെച്ച് പേസ്റ്റൽ ഷെയ്ഡ്സ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോഴത്തേക്കും പിന്നെ അത് മാറ്റും. ലാസ്റ്റ് നമ്മളൊരു മെറൂൺ ഷെയ്ഡുള്ള സാരി തന്നെയാണ് കേട്ടോ എടുത്തത്. ഇനി അടുത്തത് റിസപ്ഷൻ ഇടാനുള്ള ലെഹങ്ക നോക്കാൻ പോവാണ്. ലെഹങ്ക ആണെങ്കിൽ ഇവിടെയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് എല്ലാ സെക്ഷനിലും നമ്മുടെ മണവാട്ടിമാരൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു. 1-2 ലെഹങ്കാസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ലൈറ്റ് കളേഴ്സ് എടുക്കാൻ തന്നെയായിരുന്നു പ്ലാൻ. ചേച്ചിക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പം ഈ ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡും പിന്നെ ഒരു ബ്ലൂവും കൂടിയാണ് നമ്മളിട്ട് നോക്കിയത്. അപ്പോൾ അതിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഇട്ട ആ ഒരു ലൈറ്റ് കളറായിരുന്നു. സോ നമ്മളത് തന്നെ സെലക്ട് ചെയ്തു. നമ്മൾ പിന്നെ ബ്രൈഡിന് മാത്രമല്ല നമ്മുടെ കസിൻസിനും നമ്മുടെ ആൻറ്റിമാർക്കൊക്കെ സാരി എടുക്കാനൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ധാവണി കളക്ഷൻസൊക്കെ ഞാൻ കണ്ടിട്ടോ. പിന്നെ ഇനി ഇതുപോലെ അമ്മമാർക്കും നമുക്ക് സാരി എടുക്കാനുണ്ടായിരുന്നു. നല്ല ഡിസൈൻസിലും നല്ല കളേഴ്സിലുള്ള കാഞ്ചീപുരം ടൈപ്പ് സാരീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ മോഡൽ ബനാറസി ടൈപ്പ് സാരീസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് അങ്ങനത്തെ എടുക്കാമെന്നും പറഞ്ഞിരുന്നത്. പിന്നെ അങ്ങനത്തെ എടുത്ത് നോക്കിയിട്ട് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കളേഴ്സൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ അത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ ഉള്ള സെറ്റ് സാരിയും സെറ്റുമുണ്ട്. അങ്ങനെ അവർക്ക് പറ്റിയുള്ള സാരീസും നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് സാരി നോക്കാൻ പോയി. അമ്മയ്ക്ക് ഈ ഒരു സാരിയാണ് കേട്ടോ എടുത്തത്. ഇതാണ് എൻ്റെ സാരി. യെല്ലോ പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ള സാരിയാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ചേച്ചിനോട് ഞാൻ പറയുന്നത് എനിക്ക് ഇതുപോലെ യെല്ലോ മെറൂൺ അല്ലെങ്കിൽ യെല്ലോ പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സാരിയാണ് വേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സോയിക്കുട്ടീനെ കണ്ടിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത്. നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അടുത്ത് നമ്മുടെ ഗ്രൂമിൻ്റെ ഡ്രസ്സാണ് നോക്കാൻ പോയത്. ഇതുപോലെ 2-3 നമ്മൾ ജസ്റ്റ് ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഇട്ട് നോക്കിയാൽ ഒരെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം എല്ലാം കൊണ്ടൊരു അടിപൊളി വൈബായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ മെൻസിനാണെങ്കിലും എല്ലാം റിസപ്ഷനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. എന്തുകൊണ്ടും നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവർക്കും
അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നോക്കിയെടുക്കാൻ പറ്റി. സോ നല്ല കസ്റ്റമർ സർവീസാണ്. ഷോപ്പിങ്ങിൻ്റെ ആംബിയൻസ് ആണെങ്കിലും നല്ലൊരു വൈബാണ്. സോ നമ്മളെല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. രാവിലെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും 4-5 മണിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. എൻ്റെ കസിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ചെറിയൊരു കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്ത്, പിന്നെ എല്ലാവരും നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിരുന്നു. നല്ല ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു. അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.